ആരോഗ്യ മേഖലയിലെ നേഴ്സുമാരുടെ ഉന്നമനത്തിനും അവരുടെ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും എന്ന വണ്ണം 2011 നവംബർ 6 തൃശ്ശൂരിൽ ജന്മം കൊണ്ട ഒരു സംഘടനയാണ് UNA അല്ലെങ്കിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. സ്വകാര്യ ആശുപത്രികളിലെ കുറഞ്ഞ ശമ്പളം, ബോണ്ട് സംവിധാനം, ജോലി ചൂഷണം എന്നിവയ്ക്കെതിരെ സമരങ്ങൾ സംഘടിപ്പിച്ചതിലൂടെ UNA പ്രശസ്തമായി. കേരളത്തിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമായി നേഴ്സുമാരുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. നാളുകൾക്ക് മുൻപ് 20,000 രൂപ അടിസ്ഥാന ശമ്പളം നേഴ്സുമാർക്ക് നൽകണം എന്ന ആവശ്യം അവർ ഉന്നയിച്ചു. എന്നാൽ പല ആശുപത്രികളും ഇത് നടപ്പായിട്ടില്ല. സർക്കാർ ഇത് കണിശമായി നടപ്പാക്കാൻ ഇറങ്ങിത്തിരിക്കാത്തത് മൂലം അവർ വീണ്ടും സംഘടിക്കുകയാണ്. നേഴ്സുമാർക്ക് 40,000 രൂപ കുറഞ്ഞത് ശമ്പളം വേണം എന്ന ആവശ്യമുയർത്തി അവർ സമരം തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ സർക്കാർ ഈ ആവശ്യത്തോടും ഇതുവരെ കാര്യമായി പരിഗണിച്ചിട്ടില്ല. നേഴ്സുമാരുടെ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് കോടതി ഇതിനോടകം തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ പല മുഖ്യധാരാ മാധ്യമങ്ങളും ഇവരുടെ സമരങ്ങളോ അല്ലെങ്കിൽ ഇവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിലോ ഇതുവരെ കാര്യമായി ചർച്ചയ്ക്ക് പോലും എടുത്തിട്ടില്ല. സ്വകാര്യ മാധ്യമ ചാനലുകൾ ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടാൽ ഒരുപക്ഷെ അവരുടെ പരസ്യ വരുമാനത്തിൽ കാര്യമായ കോട്ടം തട്ടും എന്നുള്ളതിനാലാണ് എന്നൊരാക്ഷേപവും ഇന്ന് നിലനിൽക്കുന്നു. നേഴ്സുമാർ മാലാഖമാരാണ് എന്നും ദൈവമാണ് എന്നും മാത്രം പറഞ്ഞാൽ പോരാ. അവരെ കേൾക്കാൻ, അവരെ പഠിക്കാൻ സർക്കാർ തയ്യാറാവണം. മുഴുനീള ഷിഫ്റ്റുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കൃത്യമായ ഇടവേളകളിൽ ലീവ് ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം ഇവരുടെ പ്രശ്നങ്ങളായി അവർ എടുത്തു കാണിക്കുന്നു. നൈറ്റ് ഷിഫ്റ്റുകളിൽ വരുന്ന നേഴ്സുമാർക്ക് വാഹന സൗകര്യം ഉറപ്പാക്കുക, തൊഴിലിടത്തെ സുരക്ഷിതത്വം ഉറപ്പിക്കുക, അങ്ങനെ തീർത്തും മാനുഷിക പരിഗണനകൾ മുൻനിർത്തിയുള്ള ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ദീർഘനേരത്തെ ഷിഫ്റ്റുകളിൽ നിന്ന് ജോലി ചെയ്യുന്ന പലർക്കും പിന്നീട് വേരിക്കോസ് വെയിൻ എന്ന രോഗാവസ്ഥ ക്രമേണ വരാറുണ്ടെന്നും അവർ പറയുന്നു. ഓർക്കുക, അവർക്ക് പ്രത്യേക അവധി ദിനങ്ങളില്ല, കൃത്യമായ സമയങ്ങളില്ല, ഭക്ഷണ ക്രമങ്ങളില്ല, വിശ്രമമില്ല. അവർ നമുക്ക് ഓരോരുത്തർക്കും ആശ്വാസം ഏകുന്നവരാണ്. ICUവിലും എമർജൻസി കെയറിലുമെല്ലാം ഉറക്കം മുഴിച്ച് രോഗികളെ ചേർത്ത് പിടിക്കുന്നവർ, കണ്ണിമ വെട്ടാതെ എല്ലായിടത്തും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്നവർ. അവരെ കേൾക്കാൻ തയ്യാറാവണം, അവരുടെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യാൻ തയ്യാറാവണം. അവർ വാക്കുകളുടെ വാഴ്ത്തുപാട്ടുകളിൽ മാത്രം ഒതുങ്ങേണ്ടവരല്ല. അവരോടുള്ള സ്നേഹവും ബഹുമാനവും അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് ചെയ്ത് നൽകിക്കൊണ്ടായിരിക്കണം. ട്രിവാൻഡ്രം കിംസ് ആശുപത്രി പോലെ വിശാലമായി ചിന്തിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ മറ്റൊരു നല്ല ചിന്താ രീതിയിൽ. ട്രിവാൻഡ്രം കിംസ് ആശുപത്രിക്ക് സ്നേഹാദരങ്ങളോടെ. അതോടൊപ്പം കേരള സർക്കാരും അവരെ ചേർത്ത് പിടിക്കണം. അവർ ഈ നാടിൻ്റെ മുതൽക്കൂട്ടാണ്. നല്ല ആരോഗ്യമുള്ള നാടിന് മാത്രമേ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കൂ എന്നത് നാം മറന്നു പോകരുത്.